കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് ഒക്കെ വാങ്ങി നൽകാറില്ലേ? എന്നാൽ അവ കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ചുള്ള അവരുടെ കോഗ്നിറ്റീവ് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റിന് അനുയോജ്യമാണോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോയ് സെലക്ട് ചെയ്യുക, അതായത് അവരുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോണിൽ സ്യൂട്ടബിൾ ആയവ തിരഞ്ഞെടുക്കുക. ന്യൂ ബോൺസിന് റാറ്റിൽ, സെൻസറി ടോയ്സ് ഒക്കെ വാങ്ങാം. ടോൾഡേഴ്സിന് ഷേപ്പ് സോർട്ടേഴ്സ്, പസിൽസ്, ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ സെലക്ട് ചെയ്യാം. ടോയ്സിൽ തന്നെ അപ്രോപ്രിയേറ്റ് ഏജ് ലേബിൾ ചെയ്തിട്ടുണ്ടാകും. ടോയ്സ് അട്രാക്റ്റീവും കളർഫുള്ളും ആകാൻ ശ്രദ്ധിക്കുക. കുഞ്ഞിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തി മാത്രം അവ വാങ്ങാൻ ശ്രദ്ധിക്കുക. നോൺ ടോക്സിക് മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് അവ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടോയ്സ്, ഷാർപ്പ് എഡ്ജസ് ഉള്ള ടോയ്സ്, ചെറിയ പീസസ് ഉള്ള ടോയ്സ് എന്നിവ പരമാവധി അവോയ്ഡ് ചെയ്യുക. ഉടൻ ടോയ്സ് വാങ്ങാൻ ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷണൽ വാല്യൂ ഉറപ്പുവരുത്തി മാത്രം ടോയ്സ് വാങ്ങാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു ടോയ് വാങ്ങുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ സ്കിൽസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ആണ് കുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. മെമ്മറി സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ഹാൻഡ് ഐ കോർഡിനേഷൻ ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യുന്ന ധാരാളം ടോയ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഇലക്ട്രോണിക് ടോയ്സ് വാങ്ങുമ്പോൾ UL സർട്ടിഫിക്കേഷൻ ഉള്ളവയാണെന്ന് ഉറപ്പുവരുത്തുക. പ്ലഗ് ഇൻ ടോയ്സ് മാക്സിമം ഒഴിവാക്കുക. ബാറ്ററി യൂസ് ചെയ്യുന്ന ടോയ്സ് ആണെങ്കിൽ അതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് കുഞ്ഞിന് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തതാണെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ബാറ്ററി എടുത്ത് കളിക്കുകയോ വായിൽ വയ്ക്കുകയോ ഒക്കെ ചെയ്യും. ഏത് ടോയ് വാങ്ങിയാലും പാരൻസിൻ്റെ സൂപ്പർവിഷനിൽ മാത്രം അവ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടോയ്സ് കൊണ്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാനും കുഞ്ഞിൻ്റെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാനും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ടിപ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.